നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നത്തെ വീഡിയോയില് ഇന്ന് വിഷുക്കണി ഒരുക്കുമ്പോൾ പല സാധനങ്ങളും വെക്കുമല്ലോ. അപ്പൊ ഈ ഓരോ സാധനങ്ങളും നമ്മൾ ആരെ സങ്കല്പിച്ചാണ് ഈ കണി ഒരുക്കുമ്പോൾ വെക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വെക്കുന്ന ഒരു സാധനമാണ് ഓട്ടുരുളി. ഓട്ടുരുളി നമ്മൾ പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് വെക്കുന്നത്. പിന്നെ രണ്ടാമത് സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി. അത് നമ്മൾ മഹാവിഷ്ണുവിന്റെ മുഖമായി സങ്കല്പിച്ചും കണിക്കൊന്ന ഭഗവാന്റെ കിരീടവുമായി സങ്കല്പിച്ചാണ് വെക്കാറുള്ളത്. പിന്നീട് നമ്മൾ വെക്കുന്ന സാധനമാണ് ചക്ക, നാളികേരം ഒക്കെ. ചക്കയും നാളികേരയും ഗണപതി ഭഗവാന്റെ ഇഷ്ടഭക്ഷണം ആയതുകൊണ്ട് ഗണപതി ഭഗവാനെ സങ്കല്പിച്ചാണ് അവ വെക്കാറുള്ളത്. പിന്നെ മാങ്ങ, അത് സുബ്രഹ്മണ്യ ഭഗവാനെ സങ്കല്പിച്ചാണ് മാങ്ങ വെക്കാറുള്ളത്. പിന്നെ പഴം, പ്രധാനമായും നമ്മൾ കദളിപ്പഴമാണ് വെക്കേണ്ടത്. അത് ഉണ്ണിക്കണ്ണനെ സങ്കല്പിച്ചാണ് വെക്കാറുള്ളത്. പിന്നെ ഒരു ഗ്രന്ഥം വെക്കാറുണ്ട്, അത് സരസ്വതി ദേവിയെ സങ്കല്പിച്ചാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ വെക്കുന്നതാണ് നാണയം, അതേപോലെ തന്നെ സ്വർണം, പിന്നെ നാരങ്ങ, അതേപോലെ തന്നെ നെല്ലിക്ക ഒക്കെ. അത് നമ്മൾ മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ടാണ് ആ സാധനങ്ങൾ വെക്കുന്നത്. അപ്പം ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും കണി ഒരുക്കുമ്പോൾ വെക്കുന്നതും അത് ഈ ദൈവങ്ങളെ സങ്കല്പിച്ചാണ് വെക്കുകയും ചെയ്യുന്നത്.